ഹലോ, അപ്പം നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ? കുറേ എക്സാംസിൻ്റെ കൺഫർമേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം നമ്മൾ പെട്ടെന്ന് മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതുപോലെ 1-2 എക്സാംസൊക്കെ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവസാനം കൊടുക്കാം ഇനി ലാസ്റ്റ് ഡേറ്റിന് ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന അവസാനം 1-2 എക്സാംസ് ഇങ്ങനെ മറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ എക്സാംസും കറക്റ്റ് വന്നതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ കൊടുക്കും കേട്ടോ. അങ്ങനെ യൂണിഫോം എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ജൂലൈയിലാണ് എല്ലാ ഫോഴ്സ് എക്സാമും നടക്കുന്നത്. ഫയർമാൻ ജൂലൈ 12-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ ജൂലൈ 15-ാം തീയതി, CPO ഡ്രൈവർ ജൂലൈ 17-ാം തീയതിയാണ്. അതുപോലെ തന്നെ WCPO വുമൺ CPO ജൂലൈ 19, പ്രിസൺ ഓഫീസർ ജൂലൈ 22-ാം തീയതിയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം CPO എക്സാം ജൂലൈ 26-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു എക്സാം ആണല്ലേ CPO എക്സാം. അപ്പോൾ ജൂലൈ 26-ാം തീയതിയാണ്. അതുപോലെ തന്നെ WCPO ജൂലൈ 19 ഈ ഒരു ഡേറ്റുകളിലാണ് കേട്ടോ എക്സാമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫെയർ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫെയർസ് മൊത്തം തീർന്നു. ഓർമ്മയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും നമ്മൾ വായിച്ച് തീർന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാസങ്ങളിലും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2024 നമ്മുടെ ഫിനിഷ് ആവും. എവിടെ നിന്നാണ് CA പഠിക്കുന്നത് എന്ന് 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വൊക്കാബ്സ്പീഡിയ എന്നുള്ളൊരു ചാനൽ നമ്മൾ ടെലിഗ്രാമിൽ പോയിട്ട് വൊക്കാബ്സ്പീഡിയ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ വരും. അപ്പോൾ അതിനകത്ത് 2024 മുതലുള്ള കറണ്ട് അഫെയർസ് ഒരു PDF ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ പോയി പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മൊത്തത്തിലിരുന്ന്, അത് അത്യാവശ്യം നല്ല ചാനലാണ്. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറണ്ട് അഫെയർസ് പ്രത്യേകിച്ച് വേറെ നോക്കേണ്ട ആവശ്യം വരില്ല. എനിക്ക് 2025 ജനുവരി മുതൽ ഒരു ജൂലൈയിൽ എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഒരു ജൂൺ വരെയുള്ള കറണ്ട് അഫെയർസ് മൊത്തം ഇനി PDF പ്രിൻ്റ് എടുക്കേണ്ടി വരും. ഒരുപാട് എക്സാം ഡേറ്റുകൾ PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയ് മാസത്തിൽ നടക്കുന്ന എക്സാംസ് ആണ്. ഡിവിഷണൽ അക്കൗണ്ട് പ്രിലിംസ് എക്സാം 10/5/2025 10-ാം തീയതിയാണ്, മെയ് 10-ാം തീയതിയാണ് നടക്കുന്നത് പ്രിലിംസ്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻസ് എക്സാം 17/5/2025 ആണ്. അതായത് മെയ് മാസം 17-ാം തീയതിയാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മെയിൻസ് നടക്കുന്നത്. അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മെയിൻസ് എക്സാം നടക്കുന്നത് 17/5/2025 സെയിം ഡേറ്റിൽ തന്നെയാണ്. സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാം 21/5/2025. സെക്രട്ടേറിയറ്റ് OAൻ്റെ മെയിൻസ് എക്സാം നടക്കുന്നത് 21-ാം തീയതി, മെയ് 21-ാം തീയതിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസ് സ്റ്റേജ് 1 24-ാം തീയതിയാണ്, മെയ് 24-ാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസ് സ്റ്റേജ് 1 നടക്കുന്നത്. 24-ാം തീയതിയാണ്, മെയ് മാസം 24. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ് സബ് ഇൻസ്പെക്ടർ പ്രിലിം സ്റ്റേജ് 1 നടക്കുന്നത് 24/5/2025 ആണ്. അതായത് മെയ് മാസം 24-ാം തീയതിയാണ്. SIൻ്റെ പ്രിലിംസ് സ്റ്റേജ് 1 നടക്കുന്നത്. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രിലിം സ്റ്റേജ് 1ഉം 24/5/2025 ആണ്. എൻ്റെ കയ്യിലുള്ളത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ഫയലാണ്. അപ്പോൾ 10th ലെവലിലുള്ള റാങ്ക് ഫയലാണ് കേട്ടോ, ഡിഗ്രി ലെവലിലുള്ളതല്ല. പക്ഷേ അത്യാവശ്യം പോയിന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. 10th ലെവലിൽ 3 ബുക്സും അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലാണെങ്കിൽ 4 ബുക്സും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ SCRT പഠിക്കാനായിട്ട് വേറെ റാങ്ക് ഫയലും ഉണ്ട്, അതും ലക്ഷ്യയുടെ തന്നെയാണ്. അതിപ്പോൾ ജോഗ്രഫിക്ക് ഒരു ബുക്കായിരിക്കും, അതുപോലെ തന്നെ ഹിസ്റ്ററിക്ക് ഒരു ബുക്ക്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ഫയലാണ്. അത് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് എക്സാമിന് ഇനി അധികം സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സമയമില്ല എന്നുള്ള ടെൻഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാം, അതായത് എല്ലാം A to Z പഠിക്കാതെ നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റീസെൻ്റായിട്ട് PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കുക. ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു 25 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നീതി ആയോഗ് ഒരു 2-3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നീതി ആയോഗിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ള വർഷവും ഇപ്പോൾ കറണ്ട് അഫെയർസിൽ ഇപ്പോൾ നമ്മൾ ജനുവരി മുതൽ ഡിസംബർ അല്ലെങ്കിൽ മെയ് മാസം വരെയുള്ളത് മൊത്തം ഇരുന്ന് തീർക്കാനുള്ള സമയം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ബഡ്ജറ്റിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചിട്ട്, പിന്നെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ, UN വർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക്, അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആദ്യം പഠിക്കാനായിട്ട്. ഇനി സമയം ഇല്ലാത്തവർക്ക്
അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇംഗ്ലീഷൊക്കെ ഒട്ടും പഠിച്ചു തീരാത്തവരാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്സും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഒക്കെ നോക്കുക. അതിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും നേടാൻ പറ്റും. കാരണം അത്രയും ഈസിയാണ് ക്വസ്റ്റ്യൻ ടാഗ്സും ആർട്ടിക്കിൾസൊക്കെ. അപ്പോൾ കുറഞ്ഞ പക്ഷം അതെങ്കിലും നോക്കിയിട്ട് പോവാം കേട്ടോ. ഇംഗ്ലീഷ് ടഫായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ കുറച്ച് ടഫാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ടാഗ്സും ആർട്ടിക്കിൾസും അങ്ങനെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസൊക്കെയാണ് കൂടുതലായിട്ടും നോക്കാറുള്ളത്. നമുക്ക് ഒട്ടും അറിയാത്ത കാര്യം പിന്നെ എന്തായാലും എനിക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കെങ്കിലും സ്കോർ ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് പഠിക്കാറുള്ളത്. മാത്സിൽ മെൻ്റൽ എബിലിറ്റി ഭാഗത്തു നിന്നും നമ്മൾ ക്ലോക്ക് അതുപോലെ തന്നെ സെൻസ് ഓഫ് ഡയറക്ഷൻ അതുപോലെ അനലോഗിയൊക്കെ എന്തായാലും നോക്കിയിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്ക് മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. മലയാളത്തിൽ പദശുദ്ധിയും വാക്യശുദ്ധിയും പരിഭാഷയൊക്കെ അതുപോലെ തന്നെ ഒറ്റപ്പദം പര്യായ പദങ്ങളൊക്കെ ഇനി പഠിക്കാൻ സമയമില്ല എന്ന് തോന്നുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക. അതൊക്കെ ആയിരിക്കും. പദശുദ്ധിയൊക്കെ ഒരിക്കലും വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എഴുതി തന്നെ പഠിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഞാനിത് എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് എന്നുള്ള ആ ഒരു ഓർമ്മയെങ്കിലും നമുക്ക് ഉണ്ടാവും എക്സാം ടൈമിലെങ്കിലും. വിപരീത പദം അതുപോലെ തന്നെ സ്ത്രീലിംഗം പുല്ലിംഗം പര്യായ പദങ്ങൾ അതുപോലെ തന്നെ സമാന പദം പഴഞ്ചൊല്ലുകൾ ശൈലികൾ ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എല്ലാ എക്സാംസിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഈ മേഖലയിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്കെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. എക്സാമിന് ഇനി അധികം സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം ഒരുപാട് ബേർഡനായിട്ട് പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു ദിവസം ഒരു 18 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-12 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് പെട്ടെന്ന് തീരും അല്ലെങ്കിൽ കുറേ ടോപ്പിക്കെങ്കിലും തീർക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഉള്ളതും കൂടി പോവുകയുള്ളൂ. പഠിക്കുന്നത് എന്താണോ അത് ഒരു പേജെങ്കിലും ഒരു പേജ് അല്ലെങ്കിൽ ഒരു 4 പേജ് ആണെങ്കിൽ 4 പേജ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ടോപ്പിക് ആണെങ്കിൽ അത് വൃത്തിയായിട്ട് പഠിക്കുന്നതായിരിക്കും ഗുണം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കുറേ പേജുകളോ അല്ലെങ്കിൽ കുറേ ടോപ്പിക്കുകളോ അടുപ്പിച്ചിരുന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മൈൻഡിൽ അത് നിൽക്കില്ല. ടെൻഷൻ അടിച്ചിട്ട് പഠിക്കാതിരിക്കുക. നമ്മളുടെ മൈൻഡിനെ കൂളാക്കി വെച്ചിട്ട് കുറച്ച് ഇന്ന് എനിക്ക് ഇത്ര പഠിച്ചാൽ മതി ആ ഒരു മൈൻഡിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പഠിച്ച കാര്യങ്ങളെങ്കിലും നമ്മളുടെ തലയിൽ മറക്കാതെ നിന്നോളും. പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തലേ ദിവസം പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.